ഹലോ കൂട്ടുകാരെ, നമ്മൾ 8ാം ക്ലാസ്സിൽ തുല്യ ത്രികോണം എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, സൈഡ്സ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ തുല്യ ത്രികോണം കേൾക്കുന്നത് നമ്മൾ മനസ്സിലാവുന്നതിനകത്ത് ഈക്വൽ ട്രയാങ്കിളിനെ പറ്റിയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, അല്ലെങ്കിൽ തുല്യമാവുന്നത്, രണ്ട് ത്രികോണങ്ങൾ എപ്പോഴാണ് തുല്യമാവുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനൊരു ജനറൽ പ്രിൻസിപ്പിൾ ഇവിടെ നമുക്ക് നോക്കാം. എന്താ എഴുതിയിരിക്കുന്നത്, സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആണ് നമുക്ക് പഠിക്കുക. പിന്നെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൊടുക്കുക. നോക്കാം. ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയും കോൺഗ്രീൻ ട്രയാങ്കിൾസ് എന്നും പറയും. എന്ന് വെച്ചാൽ ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും വേറെ ഒരു ത്രികോണത്തെ വിത്ത് അനദർ ട്രയാങ്കിൾ, മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങൾ എന്തുമായിരിക്കും നമ്മൾ പറയുന്നത്, തുല്യ ത്രികോണം എന്ന് നമ്മൾ പറയും. ഓക്കെ, കോൺഗ്രീൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ തുല്യ ത്രികോണം മനസ്സിലാവുമെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത് നോക്കാം. ജനറൽ പ്രിൻസിപ്പിൾ എന്ന് നോക്കേ. ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദ ട്രയാങ്കിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. എന്ന് വെച്ചാൽ എന്തോന്ന്, ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ എന്തോ പറഞ്ഞത്, കോൺഗ്രീൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ തുല്യ ത്രികോണം അല്ലേ. തുല്യ ത്രികോണം ആണെങ്കിൽ അതിൻ്റെ തുല്യവശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകളെല്ലാം എന്തുമായിരിക്കും, തുല്യമായിരിക്കും. അതാണ് തത്വം പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ നോക്കിയേ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റ് ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ തുല്യ വശങ്ങൾക്ക് ഇടയ്ക്ക് കിടക്കുന്ന കോണുകളെല്ലാം എന്തുമായിരിക്കും, തുല്യമായിരിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കേ. ഇതൊരു ത്രികോണം, ഒരു ട്രയാങ്കിൾ. ഇതൊരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ പേര് ABC, ട്രയാങ്കിൾ ABC ആൻഡ് PQR ആണേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, കോൺഗ്രീൻ ട്രയാങ്കിളാണ്, അല്ലെങ്കിൽ തുല്യ ത്രികോണം, അല്ലെങ്കിൽ സർവ്വസമ ത്രികോണം. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്, രണ്ട് ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും തമ്മിൽ എന്താണ്, തുല്യമാണ്. വശങ്ങളെല്ലാം സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. അപ്പം നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ കോണുകളായിരിക്കും തമ്മിൽ ഈക്വൽ. അപ്പം നമുക്ക് അത് നോക്കാൻ വേണ്ടി ഇതോടെ പ്രിൻസിപ്പിൾ പറയുന്നത്, തത്വം പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് 4 സെൻറ്റിമീറ്റർ എടുക്കാം, ഇത് 5, ഇത് 6 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാം, 5 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. അപ്പം നോക്കി, ഇത് മൂന്നും എല്ലാ വശങ്ങളും അപ്പുറത്തെ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങൾക്കും ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സിനും ഈക്വലാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഈക്വൽ ആംഗിൾസ് എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. നോക്കിയാൽ ആദ്യം നമ്മൾ വശങ്ങൾ സൈഡ്സൊക്കെ ഏതാണ് ഈക്വൽ എന്ന് നമുക്ക് എഴുതിയെടുക്കാം. ഓക്കെ, AC ഓക്കെ. നോക്കിയാൽ ആദ്യം നമുക്ക് AC, സൈഡ് AC നോക്കിയാൽ AC ആണ് 4 സെൻറ്റിമീറ്റർ ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്ത നോക്കി, ഇവിടെ PR, അപ്പുറത്തെ ട്രയാങ്കിളിനകത്ത് ഏതാണ് 4 സെൻറ്റിമീറ്റർ, PR ആണ് 4 സെൻറ്റിമീറ്റർ. അപ്പം നോക്കി, നമ്മൾ ആദ്യം സൈഡുകൾ ഈക്വലായിട്ട് എഴുതിക്കും. AC ഈക്വൽ ടു, ഇവിടെ 4 ഇവിടെ കിടക്കുന്നത് കറക്റ്റ് നോക്കി വേണം എഴുതാവുള്ള, ഈസിയാണ്. PR അടുത്ത 5 സെൻറ്റിമീറ്റർ ഉള്ള ഏതാ, BC. ഏത് വേണമെങ്കിലും ആദ്യം എടുക്കാം, കുഴപ്പമില്ല. BC ഈക്വൽ ടു അപ്പുറത്തെ ട്രയാങ്കിളിൻ്റെ ഏതാ, PQ. അടുത്ത് നോക്കിയാൽ AB ആണ് ഇവിടെ 6 സെൻറ്റിമീറ്ററും. AB ഈക്വൽ ടു ഇവിടെ 6 എത്ര ഏതാ കൊടുത്തിരിക്കുന്നത്, QR. അപ്പോൾ ഇങ്ങനെ QR എഴുതണം. അപ്പോൾ 3 സൈഡും നമ്മൾ കറസ്പോണ്ടിങ് സൈഡ് എല്ലാം ഈക്വലാക്കി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആംഗിൾ എങ്ങനെയാണ് നമുക്ക് ഈക്വൽ ആണെന്ന് നോക്കാം. AC ഈക്വൽ ടു PR. AC എവിടെ കിടക്കുന്നു നോക്കിയാൽ, ആണ്ടേ ഇതാണ് സൈഡ് AC. ACയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ, ഇതാണ് ACയുടെ നേരെ എതിരെ കിടക്കുന്ന ആംഗിളാണ് B. അപ്പം ACയുടെ എതിരെ കിടക്കുന്ന ആംഗിളാണ് B ഈക്വൽ ടു, ഇവിടെ PR ആണ് സൈഡ്, PR ആണ് വശത്തിൻ്റെ നേരെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ, ഇങ്ങനെ നോക്കണം, Q. BC എവിടെ കിടക്കുന്നത്, BC തന്നെ ഇവിടെ. BCയുടെ നേരെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ, ആംഗിൾ A ആൻഡ് PQ. BCയുടെ ഈക്വൽ ഏതാ, PQയുടെ നേരെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ, R. അടുത്ത AB ഏതാ, ABയുടെ നേരെ എതിരെ കിടക്കുന്ന C, ആംഗിൾ C ആൻഡ് QR നേരെ എതിരെ, AB QR 6 സെൻറ്റിമീറ്റർ അല്ലേ, ഇതിൻ്റെ നേരെ എതിരെ കിടക്കുന്ന ആംഗിൾ P. ഇങ്ങനെയാണ് നമ്മൾ ഈക്വൽ സൈഡ്സിൻ്റെ എതിരെ കിടക്കുന്ന
ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇവിടെ പ്രിൻസിപ്പളായിട്ട് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും മറ്റ് ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അതിൻ്റെ എതിരെ കിടക്കുന്ന കോൺ തുല്യ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകൾ ഈക്വൽ ആയിരിക്കും. ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സിമ്പിളാണ്. ഇങ്ങനെയാണ് കണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ജനറൽ പ്രിൻസിപ്പൾ മെയിനായിട്ടുള്ള പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. പേജ് നമ്പർ 11 കിടക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദെൻ ഡൗൺ. പറഞ്ഞിരിക്കുന്നത് 2 ജോഡി ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തുല്യമായ കോണുകളുടെ ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? 2 ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോണുകൾ ഏതൊക്കെയാണ് തുല്യമെന്ന് നമുക്ക് ആംഗിൾസ് ഏതൊക്കെയാണ് ഈക്വൽ എന്ന് നമുക്ക് എഴുതി കാണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയേ 4, 5, 6 4, 5, 6 സോറി ഇതിവിടെ 6 ആണ്. 4, 5, 6 6 തെറ്റിപ്പോയി 4. ഓക്കെ. അപ്പം നോക്കേ, ഇപ്പോൾ ഈ 2 ത്രികോണങ്ങളിൽ അല്ലെങ്കിൽ 2 ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 സൈഡും അപ്പുറത്തെ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിളുടെ എല്ലാ സൈഡിൻ്റെ ഈക്വലാണ്. അപ്പോൾ ഇതൊരു കോൺഗ്രന്റ് ട്രയാങ്കിളാണ് അല്ലെങ്കിൽ തുല്യ ത്രികോണമാണ്. അപ്പം ഇതിൻ്റെ ഈക്വൽ സൈഡ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം എഴുതിയെടുക്കാം. തുല്യമായ വശങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതിയെടുക്കാം. പറഞ്ഞേ. 4 സെൻറ്റിമീറ്റർ ഉള്ളത് നോക്കേ, AC ഇപ്പുറത്ത് 4 എവിടെ കിടക്കുന്ന RQ. AC = RQ. അടുത്ത് നോക്കേ BC അപ്പുറത്ത് ഏതിൻ്റെ ഈക്വലാ? 5 ഉള്ളത് ഇവിടെ ഏതാ? PQ. അടുത്ത ഏതാ? R. AB ഇതിൻ്റെ ഏതിൻ്റെ ഈക്വലാ? PR. ആദ്യം നമ്മൾ വശങ്ങൾ അല്ലെങ്കിൽ സൈഡ്സുകൾ ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതിയെടുത്തിട്ട് അതിൻ്റെ എതിരെ കിടക്കുന്ന ആംഗിൾസ് നമുക്ക് എഴുതിയെടുക്കാം. AC-യുടെ എതിരെ കിടക്കുന്ന ഇനി സിമ്പിളല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചാണെങ്കിൽ AC-യുടെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? AC. ഇത് സൈഡ് AC ആണ്. സൈഡ് AC-ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് B. അപ്പം ആംഗിൾ B. RQ-യുടെ ഏതാ? RQ-ന് നേരെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ P. അതാണെങ്കിൽ BC-യുടെ എതിരെ കിടക്കുന്ന ഏതാ? ആംഗിൾ A. ഇവിടെ PQ. BC-ൻ്റെ ഈക്വൽ PQ. PQ-ന് നേരെ എതിരെ കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ R. അത് കണക്ക് AB എന്ത് ചെയ്യും? AB-യുടെ എതിരെ കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ C. ആൻഡ് PR-ന് എതിരെ കിടക്കുന്ന ആംഗിളാണ് Q. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈക്വൽ പെയർസ് എഴുതിയെടുക്കാൻ പറയുന്നത്. തുല്യമായ കോണുകളുടെ ജോഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്. മീൻസ് ഈക്വൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈക്വൽ സൈഡ്സ് ഏതാണെന്ന് എഴുതിയെടുത്തിട്ട് അതിൻ്റെ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ മാത്രം എഴുതിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അടുത്ത ഇതിൻ്റെ രണ്ടാമത്തെ നോക്കേ, NLM ആണ് ഒരു ട്രയാങ്കിൾ. XYZ ആണ് മറ്റൊരു ട്രയാങ്കിൾ. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ തുല്യ ത്രികോണങ്ങളാണ്. 4, 8, 10 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ 4, 8, 10 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതിയെടുക്കണം. സൈഡ്സ് എന്ന് വെച്ചാൽ വശങ്ങൾ. തുല്യമായ വശങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് എഴുതിയെടുക്കാം. ഓക്കെ. 4 സെൻറ്റിമീറ്റർ ഉള്ളത് NL = അപ്പുറത്ത് ഏതാ? 4 ഉള്ള XY. സൈഡ് എഴുതിയാൽ മതി ആദ്യം കേട്ടോ, വശങ്ങൾ. ഇനി നോക്കേ, 10 ഉള്ളത് ഏതാ? NM = ഇവിടെ 10 ഉള്ള ഏതാ? XZ. ഇവിടെ LN 8 ഉള്ളത് LM പേര് മാത്രം എഴുതിയാൽ മതി, മെഷർമെൻ്റ് ഒന്നും എഴുതണ്ട. LM 8 ഉള്ളത് ഏതാ? YZ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ് നമ്മൾ എഴുതി കഴിഞ്ഞ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ നമ്മൾ എഴുതിയെടുത്താൽ മതി. NLൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാ? നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ആംഗിൾ M. XY ഇത് ഇതിന് നേരെ എതിരെ കിടക്കുന്ന Z. NMൻ്റെ നേരെ ആംഗിൾ L. XZൻ്റെ നേരെ കിടക്കുന്ന ആംഗിൾ ഏതാ? Y. കണക്ക് LM എന്ത് ചെയ്യും? ഇത് നേരെ കിടക്കുന്ന N. ആംഗിൾ N = YZ.
YZ നേരെ കിടക്കുന്ന ആംഗിൾ എക്സ്. ഇത്രയേ ഉള്ളൂ. ആണ് പെയർ ഓഫ് ആംഗിൾ. ഈക്വൽ പെയർ ഓഫ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആദ്യം ഈക്വൽ സൈഡ്സ് മെഷർമെൻറ്റ് ഇല്ലാതെ ഈക്വൽ സൈഡ്സ് ചെയ്താൽ പേര് മാത്രം എഴുതുക, അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ നമുക്ക് എഴുതിയെടുക്കണം. സിമ്പിൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ മാച്ചിങ് ആംഗിൾസ് മാത്രം കണ്ടുപിടിക്കാനേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 11 കിടക്കുന്നതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്ത് പറയുന്നത്? ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ ഈക്വൽ സൈഡ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AB = QR, BC = RP ആൻഡ് CS = PQ. രണ്ട് ട്രയാങ്കിൾ ABC ആൻഡ് PQR കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ആംഗിൾ C ഓഫ് ആംഗിൾ ABC. ആദ്യം ABCക്കകത്തുള്ള ആംഗിൾ C എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് PQR. PQRൻ്റെ എല്ലാ ആംഗിൾസും മെഷർ ചെയ്യണം, കണ്ടുപിടിക്കണം. അതിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ABCക്കകത്തുള്ള ആംഗിൾ C ആദ്യം കണ്ടുപിടിക്കണം. അതേ കണക്ക് PQRനകത്തുള്ള എല്ലാ ആംഗിളും നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിൻ്റെ ഏത് ആംഗിളിൻ്റെ ഈക്വലാണ് അപ്പുറത്തെ ആംഗിൾ കിടക്കുന്നത് നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? അതേകാട്ടി മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കിൾ ABCക്കകത്തുള്ള ആംഗിൾ C നമ്മൾ മെഷർ ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ കൂട്ടം എത്ര കിട്ടണം? 180 കിട്ടണം. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. അപ്പോൾ 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 180. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ Cൻ്റെ വാല്യൂ കിട്ടും. അപ്പം ആംഗിൾ C = എന്ത് ചെയ്യും? 180 മൈനസ് 40 + 60. അപ്പോൾ എത്ര കിട്ടും? 180 മൈനസ് 100. അപ്പോൾ എത്ര? 80 ഡിഗ്രി. അപ്പോൾ ആംഗിൾ Cയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ തന്നെ നമുക്ക് കണ്ടുപിടിച്ചെഴുതാമല്ലോ. 60 40 കൂട്ടുമ്പോൾ 100 കിട്ടും. 180 100 പോയാൽ ഇത് എത്ര കിട്ടും? ഇവിടെ 80. ഓക്കെ, ഇനി ആംഗിൾ C നമ്മൾ കണ്ടുപിടിച്ച് ഇനി ട്രയാങ്കിൾ PQRനകത്തുള്ള എല്ലാ ആംഗിളും നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാം ഇതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇപ്പുറത്ത് ഏതാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ നോക്കിയാൽ ആദ്യം നമ്മൾ സൈഡിൽ എഴുതിയെടുക്കുക. ഇവിടെ ഏതൊക്കെ സൈഡാണ് ഈക്വൽ എന്ന് കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്നുകൂടെ എഴുതിയിട്. AB = QR, BC = RP ആൻഡ് CA = PQ. അപ്പോൾ സൈഡുകൾ 3 അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് തമ്മിൽ തുല്യമാണെന്ന്, ഈക്വൽ ആണെന്ന്. അപ്പോൾ ആദ്യം ഈ കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ എഴുതിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന കണക്ക് തന്നെ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. അപ്പം AB ആണിത് കിടക്കുന്നത്. ABയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? C. QR അപ്പുറത്ത് കിടക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാ? BCയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ഇങ്ങനെ നോക്കണം, ആംഗിൾ A. അതാണ് RPയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ Q. CAയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ B ആൻഡ് PQൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ R. അപ്പോൾ നമുക്ക് മാച്ചിങ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞ് പെയർ ഓഫ് ആംഗിൾ ഏതൊക്കെയാണ് ഈക്വൽ അപ്പുറം നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മെഷറായിട്ട് എഴുതാമല്ലോ. ഒന്നുകൂടെ ഇവിടെ എഴുതിക്കോ. ആംഗിൾ എയുടെ വാല്യൂ, ആംഗിൾ ബീൻ്റെ വാല്യൂ, ആംഗിൾ Cൻ്റെ വാല്യൂ. ഇവിടെ ആംഗിൾ Pൻ്റെ വാല്യൂ Q ആൻഡ് ആംഗിൾ R. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. A എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ 40 ഡിഗ്രി. എൻ്റെ ഈക്വൽ ഏതാ? ഇവിടെ എൻ്റെ ഈക്വൽ ഇവിടെ Q ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ആംഗിൾ A ഇതിൻ്റെ ഈക്വലാണ്, ആംഗിൾ Qൻ്റെ ഈക്വലാണ്. അപ്പോൾ ഇവിടെ A 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ Q എത്രയായിരിക്കും? 40 ഡിഗ്രി. അതായത് B എത്ര ഇവിടെ കൊടുത്തിരിക്കുന്നത്? 60 ഡിഗ്രി. B 60 ഡിഗ്രി ആണെങ്കിൽ ബീൻ്റെ ഈക്വൽ എവിടെ നമ്മൾ കണ്ടുപിടിച്ചത്? B = R. ആംഗിൾ B ഏതിൻ്റെ ഈക്വലാണ്? ആംഗിൾ Rൻ്റെ, കോൺ Rൻ്റെ തുല്യമാണ്. അപ്പോൾ B എത്ര? 60 ആണെങ്കിൽ R എത്ര ആയിരിക്കും? 60. ഇത്രയേ ഉള്ളൂ. C എത്ര നമ്മളിവിടെ കണ്ടുപിടിച്ചത്? 80. അപ്പോൾ Cൻ്റെ ഈക്വൽ ഏതാ? Cയും Bയും ഈക്വലാണ്. അപ്പോൾ C 80 ആണെങ്കിൽ Bയും എന്തായിരിക്കും? 80 ഡിഗ്രി. അതുമാത്രമല്ല ഒരു ട്രയാങ്കിളുടെ ആംഗിൾ ആണെങ്കിൽ ഇത് 3 കൂട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് 180 തന്നെ കിട്ടും. ചെക്ക് ചെയ്ത് നോക്കിയോ, 180 കിട്ടും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് പേജ് നമ്പർ 12 കിടക്കുന്ന അടുത്ത ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 12ാമത്തെ പേജിൽ കിടക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്ത് പറയുന്നത്? ഇൻ ദ ട്രയാങ്കിൾസ് ബിലോ AB = QR, BC = PQ, CA = RP. രണ്ട് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്, ABC ആൻഡ് PQR. അതിൻ്റെ ഏതൊക്കെ സൈഡ്സ് ഈക്വൽ ആണെന്ന് അവിടെ
ക്വസ്റ്റ്യനിൽ തന്നെ ഗിവൺ ആണ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. ഇതിനകത്ത് ഇപ്പോൾ ഓരോ അളവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മെഷർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ബാക്കി 2 മെഷറും ഈ ത്രികോണത്തിൻ്റെ ബാക്കി 2 മെഷറുമാണ് കണ്ടുപിടിക്കാനുള്ളത്. അതാണ് പറയുന്നത് കമ്പ്യൂട്ട് ദ റിമൈനിങ് ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. 2 ത്രികോണങ്ങളിലെയും മറ്റ് കോണുകൾ കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? ബാക്കി 2 കോണുകൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത കണക്ക് തന്നെ സൈഡ്സ് എല്ലാം ഈക്വലായിട്ട് ഇവിടെ എഴുതിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ നമുക്ക് ഈക്വലായിട്ട് നമുക്ക് എഴുതാം. തുല്യ ത്രികോണമാണ്, കോൺഗ്രീൻ ട്രയാങ്കിളാണ് എന്ന് വെച്ചാൽ എല്ലാ സൈഡും തമ്മിൽ ഈക്വലാണ്. കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം എഴുതിയെടുക്കാം. CA = RP. ഓക്കെ, നേരത്തെ ചെയ്ത കണക്ക് തന്നെ എ ബിയുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ C. ക്യു ആറിന് നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ P. BCയുടെ എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ A. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ മെഷർമെൻ്റ് ഒന്നും എഴുതലും, ജസ്റ്റ് ആംഗിളിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. PQൻ്റെ എതിരെ കിടക്കുന്ന ഏതാ? R. Cയുടെ എതിരെ കിടക്കുന്ന ഏതാ? B. ആൻഡ് RPയുടെ എതിരെ കിടക്കുന്ന ഏതാ? ആംഗിൾ Q. ഇനി നേരത്തെ നമ്മൾ എഴുതിയ കണക്ക് ഇതിൻ്റെ ആംഗിൾസ് ലൈനായിട്ട് എഴുതണം, ഇതിൻ്റെ ആംഗിൾസ് ലൈനായിട്ട് എഴുതണം. എന്നിട്ട് ഈക്വൽ ഉള്ളതെല്ലാം അപ്പുറം എഴുതി കൊടുക്കണം. ഏതൊക്കെ എഴുതും? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കോൺഗ്രീൻഡ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്, കോൺഗ്രീൻ ട്രയാങ്കിൾസ് എന്ന് എഴുതി കൊടുത്താൽ മതി, തുല്യ ത്രികോണം എന്ന് ബ്രാക്കറ്റ് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. അതുകൊണ്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ നമ്മൾ ഈക്വലായിട്ട് എഴുതിയത്. അപ്പം ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C. അപ്പോൾ ഇപ്പുറത്ത് നോക്കി ഏതൊക്കെ ആംഗിളാണ്? P, Q, R. ഇനി നമുക്കിതിൻ്റെ അളവുകൾ എഴുതാം. അളവുകളാണല്ലോ കണ്ടുപിടിക്കാൻ പറയുന്നത് ക്വസ്റ്റ്യനകത്ത്. ഈ ത്രികോണത്തിനകത്ത് ഈ ട്രയാങ്കിളിനകത്ത് ഒരു മെഷർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു മെഷർ മാത്രമേ ഉള്ളൂ, ബാക്കി 2 കണ്ടുപിടിക്കണം, അപ്പുറത്ത് 2 കണ്ടുപിടിക്കണം. ആദ്യം നോക്കി എ എത്ര കൊടുത്തേക്കുന്നത്? 60 ഡിഗ്രി. എൻ്റെ ഈക്വൽ ഇവിടെ ഏതാ? ആംഗിൾ R. നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഈക്വൽ R ആണ്. അപ്പോൾ A 60 ആണെങ്കിൽ ആംഗിൾ R എത്രയായിരിക്കും? 60 ഇവിടെ എഴുതി കൊടുത്തോ. അടുത്ത ഇപ്പുറത്തെ നോക്കേ, ഇവിടെ ഇപ്പോൾ വേറെ ആംഗിൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് ഇപ്പുറത്ത് നോക്ക്. അപ്പം ആംഗിൾ Q 70 കൊടുത്തേക്കുന്നത്. ആംഗിൾ Q എന്ന് വെച്ചാൽ ഇത് 70 ആണെങ്കിൽ ആംഗിൾ Q ഏതിൻ്റെ ഈക്വലാണ്? Bയുടെ ഈക്വലാണ്. അപ്പോൾ ആംഗിൾ Qയും Bയും ഈക്വൽ അല്ലേ? അപ്പോൾ Q 70 ആണെങ്കിൽ Bയും 70 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് എഴുതാം. കിട്ടിയല്ലോ. ഇനി 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ എങ്ങനെ കണ്ടുപിടിക്കും? 2 കൂടെ കൂട്ടിയിട്ട് 180 മൈനസ് ചെയ്ത് കൊടുക്കാം. 60 70 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 130 എടുത്ത് 180 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50. അതായത് C 50 കിട്ടിക്കഴിഞ്ഞാൽ P എത്ര ആയിരിക്കും? 50. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. പേജ് നമ്പർ 12 കിടക്കുന്ന 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD ഈക്വൽ ഇൻ ദ ഫിഗർ എബോവ്. ഈ മുകളിൽ കൊടുത്തേക്കുന്ന ഫിഗറിനകത്ത്, ഈ പിക്ചറിനകത്ത് 2 ട്രയാങ്കിളുണ്ട്. ഒന്ന് മേളിലോട്ടും ഒന്ന് താഴോട്ടും. ABCയും ADBയും. അപ്പം ABCൻ്റെ ABDൻ്റെ ഈക്വൽ ഇൻ ദ ഫിഗർ എബോവ്. ഇത് 3ൻ്റെ ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആണോ, കോണുകൾ ഈക്വൽ ആണോ ഇല്ലെന്ന് ചോദിച്ചേക്കുന്നത്. ആണെങ്കിൽ എന്തുകൊണ്ട്, എൻ്റെ റീസണും കൂടെ നമുക്ക് എഴുതണം. അപ്പോൾ നോക്കി, ആദ്യം നമ്മൾ ഇതൊരു ക്വാഡ്രിലേറ്ററിലാണ് കൊടുത്തേക്കുന്നത്, ചതുർഭുജമാണ് കൊടുത്തേക്കുന്നത്. ഇതിനെ നമുക്ക് 2 ട്രയാങ്കിളായിട്ടായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. അപ്പോൾ ആദ്യം ട്രയാങ്കിളിൻ്റെ പേര് എഴുതണം. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD. നോക്കി, ഇതിൻ്റെ വശങ്ങൾ നമുക്ക് തുല്യമാണോ ഇല്ലെന്ന് നോക്കാം. വശങ്ങൾ സൈഡ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എൻ്റെ ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആണെന്ന്. അപ്പോൾ ആദ്യം സൈഡുകൾ ഈക്വൽ ആക്കി നമുക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, AB ഇതിൻ്റെ AC, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് AC 8 സെൻറ്റിമീറ്റർ. അതെനിക്ക് താഴത്തെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അത് 2 ഈക്വൽ ആണേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതും? AC ഈക്വൽ AD. എന്തുകൊണ്ടാണെന്നറിയില്ല, 8 സെൻറ്റിമീറ്റർ. അടുത്ത എഴുതിയേ, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പം BC = BD. അത് 6 ആണ്. ഇനി മൂന്നാമത്തെ വശം ഏതാ? ഓക്കെ, AB മേളത്തെ ട്രയാങ്കിളിന് വേണ്ടിയുണ്ട്, AB താഴത്തേന് വേണ്ടിയുണ്ട്. കോമൺ ആയിട്ടാണ് ഈ ഒറ്റ വശം അപ്പുറവും ഇപ്പുറവും ഉണ്ട്.
അപ്പം പൊതുവശമാണ്. പൊതുവശം കോമൺ സൈഡാണ്. ഈ സൈഡ് ഇതിന് വേണ്ടിയുണ്ട്, ഇതിന് വേണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ട്രയാങ്കിളിന് വേണ്ടി എ ബി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? എ ബി ഈക്വൽ എ ബി. അതിന് കോമൺ ആംഗിളിൽ നിന്ന്, കോമൺ സൈഡിൽ നിന്ന് ബ്രാക്കറ്റിൽ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 സൈഡ് ഈക്വൽ കിട്ടിയേ. ഈ ത്രികോണത്തിൻ്റെ 3 സൈഡുകളും ഇപ്പുറത്തെ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്കും തുല്യമാണ്. അപ്പം 2 ത്രികോണങ്ങളും സെയിം തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയുക? രണ്ടും കോൺഗ്രുവൻ്റ് ആണ്, അല്ലെങ്കിൽ തുല്യ ത്രികോണമാണ്, അല്ലെങ്കിൽ സർവ്വസമ ത്രികോണമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും. എന്തെഴുതിക്കുന്നത്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി ബി ആർ കോൺഗ്രുവൻ്റ്, അല്ലെങ്കിൽ തുല്യ ത്രികോണമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കോണുകളും തമ്മിൽ തുല്യമായിരിക്കും. ബിക്കോസ് triangles ACB and triangle ADB are congruent. അല്ലെങ്കിൽ ACB ADB എന്തോ തുല്യ ത്രികോണമാണെന്ന് എഴുതി കൊടുത്താൽ മതി. സോ the angles are equal in these triangles. ഓക്കെ, റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ നമ്മൾ എഴുതി കാണിച്ചു കൊടുത്തു. സൈഡുകൾ ഈക്വൽ ആയതുകൊണ്ട് ഇത് കോൺഗ്രുവൻ്റ് ആയിരിക്കും. കോൺഗ്രുവൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? തുല്യ ത്രികോണമാണെങ്കിൽ എൻ്റെ കോണുകളെല്ലാം തമ്മിൽ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 12 കിടക്കുന്ന 5ാമത്തെ ക്വസ്റ്റ്യൻ. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ എക്സസൈസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ ബിലോ, എ ബി ഇസ് ഈക്വൽ ടു എ ഡി ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു സി ഡി. കമ്പ്യൂട്ട് ദ, ഒരു ചതുർഭുജം കൊടുത്തിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ ആണ് ഇത് കൊടുത്തേക്കുന്നത്, എ ബി സി ഡി. ഇതിനകത്ത് 2 ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. മീൻസ് ഈ ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും നമുക്ക് കണ്ടുപിടിക്കണം. ചതുർഭുജത്തിൻ്റെ ക്വാഡ്രിലാറ്ററിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സെപ്പറേറ്റ് ആയിട്ട് ട്രയാങ്കിളിലെ കോണുകൾ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നോക്കേ, ആദ്യം നമുക്ക് നോക്കാം ഏതൊക്കെ സൈഡ് ഈക്വൽ ആണ്, അതിൻ്റെ ഏതൊക്കെ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 സൈഡ്. എ ബി ഇസ് ഈക്വൽ ടു എ ഡി, ബി സി ഇസ് ഈക്വൽ ടു സി ഡി. 2 കൊടുത്തേക്കുന്നത്. മീൻസ് എ ബി എ ഡി ആണ് തുല്യം. അത് കണക്ക് ബി സി സി ഡി ആണ് തുല്യം. പിന്നെ ഇതാ ഒരു കോമൺ സൈഡ് ഉണ്ടല്ലോ, എ സി ഇതിന് വേണ്ടിയുണ്ട്, എ സി ഇതിന് വേണ്ടിയുണ്ട്. അപ്പോൾ എ സി ഈക്വൽ എ സി ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ 3 സൈഡ് നമുക്ക് തുല്യമായി കഴിയും. ഇനി ഇതിൻ്റെ എതിരെ കിടക്കുന്ന കോണുകളുടെ പേര് നമുക്ക് എഴുതിയെടുക്കണം. അപ്പോൾ നോക്കിയേ, എ ബിയുടെ നേരെ എതിരെ ട്രയാങ്കിൾ എ ബി സിക്കകത്ത് എ ബിയുടെ നേരെ എതിരെ കിടക്കുന്ന കോൺ ഏതാ? എ ബി തണ്ടിതാണേ. ഇതിൻ്റെ നേരെ എതിരെ കിടക്കുന്ന കോൺ ഏതാ? സി. അത് നോക്കാം, ഇങ്ങനെ നോക്കണേ. എ ബി ട്രയാങ്കിൾ ആയിട്ടാണ് നോക്കാനുള്ളത്. അപ്പോൾ ആംഗിൾ സി. ആംഗിൾ സി എന്ന് എഴുതാൻ പറ്റത്തില്ല, എൻ്റെ വേറെ ആംഗിളും കൂടെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരെങ്ങനെ എഴുതും? ആംഗിൾ എ സി ബി. സി ബി. എ ഡിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാ? എ ഡി ഇതാണ്. ഇത് നേരെ കിടക്കുന്നത് നണ്ടിത്. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ എഴുതും? എ സി ഡി. എ സി ഡി. അതാണെങ്കിൽ ബി സി എന്ത് ചെയ്യും? ബി സി ഇതായി ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ നേരെ എതിരെയുള്ള കോൺ നണ്ടി ഇതാണ്. ഇത് ഇത്രേൻ്റെ പേരെങ്ങനെ എഴുതും? സി എ ബി. ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു സി ഡി. എന്ത് ചെയ്യും? സി ഡി നേരെ ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് ഇത്. ഇതിൻ്റെ പേരെങ്ങനെ എഴുതും? ഡി എ സി. അതാണ് എ സി. എ സി താഴോട്ട് നോക്കേ. എ സിയുടെ നേരെ എതിരെ കിടക്കുന്ന ഏതാ? ബി. ആംഗിൾ ബി. ആൻഡ് എ സി ഇപ്പുറത്തോട്ട് എതിരെ കിടക്കുന്ന ഏതാ? ആംഗിൾ ഡി. ഓക്കെ, അപ്പം ആംഗിളെല്ലാം നമ്മൾ തുല്യമായിട്ട് എഴുതി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അളവുകൾ നമുക്ക് എഴുതാം. എ സി ബി. എ സി ബി നോക്കേ.
ഒന്നുകൂടെ എഴുതാം. എ സി ഡി ഇസിക്വൽ ടു നോക്കേ, എ സി ബി എത്രയായിരിക്കും? എ സി ബി 50 അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ അളവ് എത്രയായിരിക്കും? 50. കണക്ക് ഇത് രണ്ടും എത്രയായിരിക്കും? സി എ ബിയും ഡി എ സിയും ഈക്വൽ. അപ്പോൾ ഡി എ സി എത്ര? 30 അല്ലേ? അപ്പോൾ അതും എത്രയായിരിക്കും? 30. ഇത് രണ്ടും എത്രയായിരിക്കും? ഈ ത്രികോണത്തിനകത്ത് ഇവിടെ നമുക്ക് എത്ര കിട്ടി? 50 അല്ലേ കിട്ടിയത് ഈ ആംഗിളും. ഇത് 50 കിട്ടി. കണക്ക് ഇത് എത്ര കിട്ടി? 30 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി, ട്രയാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 മൈനസ് ചെയ്യുമ്പോൾ ഡി കിട്ടും. അപ്പോൾ 50 30 എത്ര? 80 എടുത്ത് 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 100 കിട്ടുന്നത്. അതെനിക്ക് 30 9 കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 80 കിട്ടും, 80 കിട്ടും. 80 എടുത്ത് 180 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 100 കിട്ടും. ഓക്കെ, അപ്പം ഇത് നമുക്കിവിടെ എത്ര കിട്ടി? 100 ഡിഗ്രി. ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ചോദിച്ചേക്കുന്നത് കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി. ചതുർഭുജം എ ബി സി ക്വാഡ്രിലേറ്റർ എ ബി സിയുടെ ആംഗിളാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ എ ബി സി ഡിക്കകത്ത് ഏതൊക്കെ ആംഗിളായിരിക്കും? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി. എ എത്രയാണെന്ന് നോക്കിയേ. എന്ന് വെച്ചാൽ മൊത്തം ഇവിടുന്ന് ഇവിടം വരാം. ക്വാഡ്രിലേറ്ററിൻ്റെ എ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടം വരാം. അപ്പം 30 + 30 എത്ര? 60. അടുത്ത ബി എത്രയാണ്? ബി നേരെ 100 കൊടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ്. സി എത്രയാണ്? 50 + 50. ഡി എത്രയാണ്? 60. അപ്പം ഡി എത്ര കിട്ടി നമുക്ക്? അപ്പം എയുടെ അളവ് എത്ര? 60, ബിയുടെ അളവ് 100, സി 100, ഡി 100. അപ്പോൾ ഇതാണ് ക്വാഡ്രിലേറ്ററിൻ്റെ 4 ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ്. ക്വാഡ്രിലേറ്ററിൻ്റെ 4 ആംഗിൾസും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 360. നോക്കി ചെക്ക് ചെയ്ത് 100 100 100 360. കറക്റ്റാണ്. അതാണ് ഇതിൻ്റെ ആൻസർ.